Hello, welcome back to our channel. Today we are going to deal with a model question that is prepare a newspaper report. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇത് പബ്ലിക് എക്സാമിന് 3 മുതൽ 5 വരെ മാർക്കാണ് ഇതിന് ലഭിക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിന് വളരെ നീറ്റായിട്ട് ഉത്തരം എഴുതുവാനും നല്ല ഒരു ലെവലിൽ മാർക്ക് സ്കോർ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. ഇത് നമ്മുടെ പ്രൊഫൈൽ ചോദ്യം പോലെ തന്നെ അതുപോലെ തന്നെ കോംപ്രിഹെൻഷൻ പാസേജിലെ ചോദ്യം പോലെ തന്നെ ഒരുപാട് ഹിൻറ്റുകൾ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ഉപയോഗിച്ച് നമുക്ക് ഉത്തരം വളരെ ഭംഗിയായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസറാണിത്. ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണിത്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് നല്ല രീതിയിൽ ഹിൻറ്റുകൾ ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്ത് ഉത്തരം എഴുതി മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, പത്രത്തിൽ വരുന്ന ഒരു റിപ്പോർട്ട് അതിൻ്റെ സമയത്തിൽ നമ്മളൊരു ഉത്തരം എഴുതാനാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് പാറ്റേൺ ക്വസ്റ്റ്യൻ ആവശ്യപ്പെടുന്നത്, ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് പഠിച്ചെടുക്കാനായിട്ട് നമുക്കിതിൻ്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം പഠിച്ചു നോക്കാം. അപ്പോൾ അത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാമെന്നുള്ളത് നമുക്ക് ഹൃദിസ്ഥമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പ്രിപ്പയർ എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഓൺ ദ അബ്ഡക്ഷൻ ഓഫ് എ 3-year-old സൺ ഓഫ് ദ GM ഓഫ് എ മൾട്ടിനാഷണൽ കമ്പനി. അപ്പോൾ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്തിനു ബേസ് ചെയ്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അബ്ഡക്ഷന് ബേസ് ചെയ്തിട്ടാണ്. അബ്ഡക്ഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ തട്ടിക്കൊണ്ടുപോകുക അല്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്യുക. ഇവിടെ കിഡ്നാപ്പ് ചെയ്തിട്ടുള്ളത് ഒരു 3 വയസ്സുകാരനായ കുട്ടിയെയാണ്. ആ കുട്ടി ഒരു ജനറൽ മാനേജറുടെ, ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ജനറൽ മാനേജറുടെ മകനെയാണ് അബ്ഡക്റ്റ് ചെയ്തിട്ടുള്ളത്. കുട്ടീനെയാണ് അബ്ഡക്റ്റ് ചെയ്തിട്ടുള്ളത്, തട്ടിക്കൊണ്ടുപോയിട്ടുള്ളത്. ഏതോ ഒരു ഗ്രൂപ്പ് തട്ടിക്കൊണ്ടുപോയെടുക്കുകയാണ്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത് പബ്ലിക് എക്സാം അങ്ങനത്തെ എക്സാമുകൾക്കൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ഇത് വളരെ ആവർത്തിച്ച് ചോദിക്കപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ്. അപ്പം അതുകൊണ്ട് ഇത് നമ്മൾ വളരെ ശ്രദ്ധിച്ച്, ഈ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ ഒരുപാട് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ പഠിച്ചെടുക്കുന്നത് നല്ല മാർക്ക് സ്കോർ ചെയ്യാനിടയാക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹിൻ്റാണ് GM's സണ്ണ് കിഡ്നാപ്ഡ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് 3-year-old അബ്ഡക്റ്റഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു, തട്ടിക്കൊണ്ടു പോകുക അല്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്യപ്പെടുക. ചൈൽഡ് സ്നാച്ച്ഡ് അവേ ഫ്രം ദ മെയ്ഡ് സെർവൻറ്റ്. ആ സെർവൻറ്റിൻ്റെ കയ്യിൽ നിന്നും കുട്ടിയെ പെട്ടെന്ന് തട്ടിപ്പറിച്ചെടുത്ത് കൊണ്ടുപോകുന്നത് പോലെയാണ് തട്ടിക്കൊണ്ടുപോയതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു പോയിന്റ് കൂടി തന്നിട്ടുണ്ട്. LKG സ്റ്റുഡൻറ്റ് ഓഫ് ലോട്ടസ് വാലി സ്കൂൾ അബ്ഡക്റ്റഡ്. LKG സ്റ്റുഡൻറ്റിനെയാണ് അബ്ഡക്റ്റ് ചെയ്തിട്ടുള്ളത്. അതും ലോട്ടസ് വാലി സ്കൂളിലെ LKG സ്റ്റുഡൻറ്റിനെയാണ് അബ്ഡക്റ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നമ്മൾ എഴുതുമ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് ആദ്യം ഹെഡിങ് കൊടുക്കുക. ആൻസർ എന്നുള്ളത് ഞാനിവിടെ എഴുതിയിട്ടുള്ള കേട്ടോ, നിങ്ങൾ ആൻസർ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ ആൻസറിന് എഴുതിയിട്ടുള്ളതെന്നുള്ളൂ. അതൊരിക്കലും ഇങ്ങനെ നിങ്ങൾ എഴുതുമ്പോൾ ഒരു പേപ്പറിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് ഹെഡിങ് ചെയ്തിട്ട് എഴുതി തുടങ്ങുക. ആൻസറിനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ആൻസറാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ബോർഡിൻ്റെ പരിമിതികളും അനുസരിച്ചാണ് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് ഹെഡിങ് കൊടുത്തിട്ട് അതിന് താഴെ 3-year-old ചൈൽഡ് അബ്ഡക്റ്റഡ്, ഏതെങ്കിലും ഒരു ആപ്റ്റായിട്ടുള്ളൊരു ടൈറ്റിൽ നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 3-year-old ചൈൽഡ് അബ്ഡക്റ്റഡ് എന്ന് എഴുതുക എന്നാണ് ഇപ്പോൾ ഞാനിവിടെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വേറെ ടൈറ്റിലായിട്ട് നിങ്ങൾക്ക് ആൻസർ തുടരാം. പല രീതിയിലുള്ള ടൈറ്റിലുകൾ കൊടുക്കാം. ടൈറ്റിലിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ടൈറ്റിലിൻ്റെ ആ ഒരു പ്രിസിഷൻ അനുസരിച്ചാണ് നമ്മുടെ ആൻസറിൻ്റെ മേലുള്ള ഇംപ്രഷൻ കൂടുക. അപ്പോൾ ടൈറ്റിൽ വളരെ കാച്ചിങ് ആയിരിക്കണം എന്ന കാര്യം നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ 3-year-old ചൈൽഡ് അബ്ഡക്റ്റഡ് എന്ന് ഹെഡിങ് കൊടുത്തു. പിന്നെ നമ്മൾ ഡൽഹി, സ്ഥലത്തിൻ്റെ പേരാണ് ഡൽഹി എന്ന് കൊടുത്ത് കോമ ഇട്ടിട്ട് November 19 ഡേറ്റ്. അപ്പോൾ പ്ലേസും ഡേറ്റാണ് നമ്മൾ
ഇങ്ങനെ ലൈനായിട്ട് ഡൽഹി കഴിഞ്ഞ് കോമയായിട്ട് November 19 എന്ന് കൊടുത്ത് ഫുൾ സ്റ്റോപ്പ് ഇട്ടത്. പക്ഷെ ചില പുസ്തകങ്ങളിൽ ഇങ്ങനെ ഒരു ഡേറ്റും പ്ലേസും കൊടുക്കാതെ അല്ലെങ്കിൽ പ്ലേസും ഡേറ്റും കൊടുക്കാതെ തന്നെ ഒരു പാരഗ്രാഫായിട്ട് എഴുതി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ പ്ലേസ് എഴുതി, അതുപോലെ തന്നെ ഡേറ്റും എഴുതി. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ചില പുസ്തകങ്ങളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഐദർ ഫോർമാറ്റ് ഉപയോഗിക്കാമെന്നാണ് എനിക്കതൊന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ പ്ലേസും ഡേറ്റും എഴുതിയിട്ടാണ് സാധാരണഗതിയിൽ ഈ ഉത്തരം ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പാരഗ്രാഫായിട്ട് ഞാനിങ്ങനെ എഴുതി തുടങ്ങി. ദ 3-year-old son of ലീമാക്സ് GM വാസ് കിഡ്നാപ്ഡ്. ഈ ലീമാക്സ് GM എന്നുള്ളത് എനിക്ക് കിട്ടിയത് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെയാണ്. 3-year-old son of the GM of the multinational company എന്നുള്ളത് കിട്ടി. പിന്നെ ഇദ്ദേഹം ലീമാക്സ് കമ്പനിയിലാണ് എന്നുള്ളത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേര് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ മിക്കവാറും അത് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ കിട്ടും. കമ്പനിയുടെ പേരും അതുപോലെ തന്നെ നിങ്ങൾക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റാവുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റാവുന്ന ഒരുപാട് പോയിന്റുകൾ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ലീമാക്സ് GM വാസ് കിഡ്നാപ്ഡ് എന്ന് എഴുതി. ദ 3-year-old son of ലീമാക്സ് GM വാസ് കിഡ്നാപ്ഡ് എന്ന് എഴുതി. അപ്പോൾ അത് ആദ്യത്തെ സെന്റൻസ് അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് എഴുതി. രണ്ടാമത്തെ സെന്റൻസ് നമുക്ക് നോക്കാം. ദ ചൈൽഡ് വാസ് കിഡ്നാപ്ഡ് ബൈ 2 motorcycle born youth. 2 ചെറുപ്പക്കാരാണ് കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തത്. മോട്ടോർ സൈക്കിൾ ഉപയോഗിച്ചാണ് മോട്ടോർ സൈക്കിളിൽ സഞ്ചരിച്ച് വന്നവരാണ് കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തതെന്ന് നമ്മൾ വ്യക്തമായിട്ടും ഇവിടെ എഴുതി. ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ടുള്ള കുറച്ച് പോയിന്റുകൾ ഡെവലപ്പ് ചെയ്യുകയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം. ഇനി ആ സ്ഥലത്തിൻ്റെ സെക്ടറിൻ്റെ പ്ലേസ് നമ്മുടെ ഇമാജിനേഷൻ എഴുതാൻ ചെയ്തു. യൂത്തിൻ്റെ സെക്ടർ 15 ഏരിയ ഓഫ് നോയിഡ. നോയിഡ എന്ന് പറയുന്നത് ഡൽഹിയിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. ഓൺ മൺഡേ ആണ് സംഭവം ഉണ്ടായതെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ നിന്ന് ഒരു കണ്ടിന്യൂവേഷൻ ഞാൻ കൊടുത്തെടുക്കുകയാണ്. ഈ കണ്ടിന്യൂവേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ ഹിന്റുകൾ നമുക്ക് ഉപയോഗിക്കാം. ദ 3-year-old child വാസ് abducted ഫ്രം ദ ഹാൻഡ് ഓഫ് ദ മെയ്ഡ് സെർവൻറ്റ് എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ എഴുതാം. ദ ചൈൽഡ് വാസ് സ്നാച്ച്ഡ് away with great deal of violence with the maid. ഈ ജോലിക്കാരനായിട്ട് വളരെയധികം വഴക്ക് ആ ബൈക്കുമായി യാത്ര ചെയ്തു വന്ന ആളുകൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്ന് ഹിന്ദിയിൽ നിന്ന് തന്നെ എഴുതി. അതുപോലെ തന്നെ അടുത്ത പോയിന്റ്, ദ ചൈൽഡ് വാസ് എ സ്റ്റുഡൻറ്റ് LKG സ്റ്റുഡൻറ്റ് ഓഫ് ദ ലോട്ടസ് വാലി സ്കൂൾ. അതൊരു അടുത്ത പോയിന്റായി. അത് നമ്മൾ ഇവിടെ നിന്നാണ് എഴുതുന്നത്. ചൈൽഡ് വാസ് ദ സ്റ്റുഡൻറ്റ് ഓഫ് ദ LKG സ്റ്റുഡൻറ്റ് ഓഫ് ദ ലോട്ടസ് വാലി സ്കൂൾ എന്ന് നമ്മൾ എഴുതി. അപ്പോൾ ഇതൊക്കെ ഈ പോയിന്റുകളൊക്കെ നമ്മൾ ഇതിന്ന് ഡെവലപ്പ് ചെയ്തിട്ട് എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് പറയുന്ന പാറ്റേൺ ക്വസ്റ്റ്യനിൽ എഴുതാനുള്ള രീതി. ഇത് കുറേ കൂടെ ഒക്കെ ഇൻഫ്ലേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ട് ഉത്തരം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മുതൽ 5 മാർക്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഉത്തരങ്ങൾ എഴുതുന്ന സമയത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ആദ്യം നിങ്ങൾ പാറ്റേൺ തിരിച്ചറിഞ്ഞു എന്ന് കാണിക്കുന്ന രീതിയിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നല്ലൊരു ടൈറ്റിൽ കൊടുക്കുക. 3-year-old child abducted നല്ലൊരു ടൈറ്റിൽ കൊടുക്കുക. അതിനുശേഷം നമ്മൾ പ്ലേസും ഡേറ്റും എഴുതുക. പ്ലേസ് കഴിഞ്ഞ് കോമ ഇട്ടിട്ട് ഡേറ്റ് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് എടുക്കുക. പ്ലേസും ഡേറ്റും എഴുതി എന്നിട്ട് ഒരു പാരഗ്രാഫായിട്ട് എഴുതി തുടങ്ങുക. എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഹിൻറ്റിൽ നിന്ന് തന്നെ കിട്ടും. ഓരോ ഹിൻറ്റ് പോയിന്റിനെയും നമ്മൾ കൂടുതലായിട്ട് ഇൻഫ്ലേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് എഴുതുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വളരെ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് ഇവിടെ ഔട്ട്പുട്ടായിട്ട് റെൻഡർ ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെ റെൻഡർ ചെയ്യപ്പെട്ട ആ പാരഗ്രാഫിന് നല്ല ഒരു നീറ്റ്നെസ്സും ഉണ്ടെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി നീങ്ങി നിൽക്കാം. അപ്പോൾ ഈ ഫോർമാറ്റ് നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ ഇത് നിങ്ങളുടെ ഫോക്കസിലുണ്ടാവും. അപ്പോൾ ഞാൻ നീങ്ങി നിൽക്കുന്ന സമയത്ത് ഈ ഫോർമാറ്റ് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഫോക്കസിൽ ബോർഡ് ഉണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ആ ബോർഡ് നിങ്ങൾ സൂം ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൻ്റെ ആയാലും ലാപ്ടോപ്പിൻ്റെ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൻ്റെ ആയാലും അല്ലെങ്കിൽ ടാബ്ലറ്റിൻ്റെ ആയാലും ബ്രൈറ്റ്നെസ് കൂട്ടുക. ഒപ്പം തന്നെ നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്തു വയ്ക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അത് കാണാനും അത് കൂടുതൽ നന്നായിട്ട് ശ്രദ്ധിക്കാനും നിങ്ങൾക്ക് സാധിക്കും.
സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞ് പിന്നെ റെഫർ ചെയ്ത് നോട്ടായിട്ട് ഡെവലപ്പ് ചെയ്യാൻ നോട്ട്ബുക്കിൽ എഴുതാനൊക്കെ നിങ്ങൾക്ക് അത് സഹായകരമാണ്. ഇനി ഇതിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമ ഞാൻ പറഞ്ഞുതരാം. ടുഡേ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് എ പാറ്റേൺ ക്വസ്റ്റ്യൻ നെയിംഡ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. Newspaper report is a question that normally carries a weightage of 3 to 5 marks. It is one of those questions that is usually repeated in the question paper. This pattern usually recurs in the question paper. So I hope the students give due amount of importance to this particular question. This question is very simple once you know the format and the method to write the answer to this question. This question is a question in which the answer can be developed from the hints that are given in the question paper itself. There are a lot of hints that is given in this particular type of questions. So it is up to you to develop the hints into valuable statements in your answer. This question is somewhat like a profile comprehension passage and such questions which can be developed from the hints given in the question paper itself. So this is an easy way to score. This question this question is comparatively easier to score marks because there are a lot of the points that are given in the hint points. So now let us move on to a sample question. Prepare a newspaper report on the abduction of a 3-year-old son of the GM of a multinational company. Here the question is demanding us to write a newspaper report based on the abduction of a 3-year-old child of a general manager of a multinational company. The name of the company is not given in here. You can put in your own name in your answer for the multinational company. And the hints are given. First hint is GM's son kidnapped. Second hint is 3-year-old abducted. And the third point is that child on the way abducted. Child snatched away from the maid servant. And that is the fourth point. And the fifth one is LKG student of Lotus Valley School abducted. So this is the part of the question in the form of hints. So this is the question, and these are the hints that are given to you so that you can develop your answer. And now I have just separated here the answer. I have just written answer here, and I have just given the format of writing of how to write this newspaper report. So give the heading newspaper report in capital block letters, and then give a proper apt title to the newspaper report. Here I have given 3-year-old child abducted. It depends upon your discretion and your logic to develop good catching titles. So the first impression gives the best impression. So the title carries its own weightage in your answer sheet for you to earn higher marks. So the title should be a catching one. After that, you have written the place. After that, I have given a comma, and I have written the date. After that, I have given a full stop. And it is seen that in some of those books, they have not given this place and date. They have just started writing it in a paragraph. I suggest you to write this particular place and date because it creates some impression in the evaluator. And moreover, it follows a conventional format. So now let's move on to the answer. I have written the 3-year-old son of Limax GM was kidnapped. This name of the multinational company I have just given it by myself. The name of the company is not given in this particular question, I feel. So I have just given the name for the company. Such creative things you have to do while you design and develop an answer. And then I have written the child was kidnapped by the 2 motorcycle born youth in sector 15 area of Noida on Monday. And then I just wrote about a slight detail about the action of the kidnappers. They have come on with a motorcycle, and they have kidnapped the boy on Monday, and they have done that act in the place named Noida. So these are the points which I have just developed, but basically these
These points I have got it from these particular the particular hints and the question itself. Now let us move on to further steps of designing the answer. Then we can write it like this. That is, the 3-year-old child was a student of was an LKG student of the Lotus Valley School. You can mention the name of the school to which the child belonged, and then I have written in the 4th point that the child was snatched. In the 4th point it is written that child snatched away from the maid servant. So we can write it in the answer that the child was snatched away from the hands of the maid servant after a short violence. You can mention about the violence act that has gone through. So that has happened. So you can mention about that. Then you can specify that the concerned authorities and the cops are in search for the abductors, and you can mention that the abductors have given a ransom call. So such points you can inflate and put in from your own intelligence. So this is the way you write newspaper report pattern question. Basic thing is that you have to write the heading newspaper report. Then the heading should be a catching one, 3-year-old child abducted. That is what I have given here. Then you have to write the place and date. And after place you have to give a comma, and after date you have to give a full stop. So these are the things that you have to keep in mind while you write newspaper report. So ന്യൂസ്പേപ്പർ റിപ്പോർട്ടിൻ്റെ ഒരു ആൻസർ എഴുതാനുള്ള ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഞാൻ ഒരിക്കൽ കൂടിയും ഒന്ന് ആവർത്തിക്കാം. ന്യൂസ്പേപ്പർ റിപ്പോർട്ട് എഴുതുമ്പോൾ ന്യൂസ്പേപ്പർ റിപ്പോർട്ടിൽ നിന്ന് ഹെഡിങ് കൊടുക്കുക. പാറ്റേൺ നിങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു വ്യക്തതയാണ് ന്യൂസ്പേപ്പർ റിപ്പോർട്ടിൽ നിന്ന് ഹെഡിങ് കൊടുക്കുന്നത്. രണ്ടാമത് നല്ലൊരു ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു ഹെഡിങ്, ഒരു ടൈറ്റിൽ കൊടുക്കുക. അതിനുശേഷം പ്ലേസ് എഴുതുക, കോമ ഇടുക, ഡേറ്റ് എഴുതുക, ഫുൾ സ്റ്റോപ്പ് ഇടുക. തന്നിട്ടുള്ള ഹിൻഡുകളുണ്ട്. ഈ ഹിൻഡുകൾ ഉപയോഗിച്ച് ഈ ആൻസർ വളരെ നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്യുക. ഈ ക്വസ്റ്റ്യനിൽ മുഴുവൻ ഹിൻഡുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഹിൻഡുകൾ ഉപയോഗിച്ച് നല്ല വ്യക്തതയോടെ ഒരു ക്ലാരിറ്റി ഉള്ള ഒരു പാരഗ്രാഫ്, അത്യാവശ്യം സബ്സ്റ്റാൻഷ്യൽ ലെങ്ത് ഉള്ള പാരഗ്രാഫ് ഡിസൈൻ ചെയ്ത് എഴുതുക. മാർക്കിൻ്റെ വെയിറ്റേജ് എപ്പോഴും ശ്രദ്ധിക്കുക. ഇതിന് 3 തൊട്ട് 5 മാർക്ക് വരെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതനുസരിച്ച് പാരഗ്രാഫിൻ്റെ നീട്ടം കൂട്ടുക, അതിൻ്റെ കണ്ടൻറ്റ് കൂട്ടുക, അതിൻ്റെ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള കണ്ടൻറ്റ് അനുസരിച്ചിരിക്കും നിങ്ങളുടെ മാർക്ക് കിട്ടാനുള്ള സാധ്യത. പിന്നെ അതുപോലെ തന്നെ ഈ രീതിയും ഇതൊക്കെ വളരെ നീറ്റായിട്ട് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ, എഴുതുന്ന രീതിയൊക്കെ വളരെ നീറ്റായിട്ട് എഴുതി ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ, നല്ല നീറ്റായിട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ലഭിക്കാനായിട്ട് സാധിക്കുമെന്ന കാര്യം ഓർമ്മിപ്പിക്കട്ടെ. പ്രസൻറ്റേഷനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള സബ്സ്റ്റാൻഷ്യൽ പോയിന്റുകൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഫോർമാറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ടൈറ്റിലിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ മാർക്ക് നേടാനായിട്ട് നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. നീറ്റ് ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ലൈക്ക് എൻ ഐസിങ് ഓൺ എ കേക്ക്, നിങ്ങൾക്ക് നല്ല മാർക്ക് നിങ്ങൾക്ക് നന്നായി ലഭിക്കും, നീറ്റ് ഹാൻഡ് റൈറ്റിംഗ് കൂടിയും ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് പാറ്റേൺ. ഈ പാറ്റേൺ നിങ്ങൾ എല്ലാം പഠിച്ചെടുത്തു എന്ന് കരുതുന്നു. എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾ വളരെ ക്ഷമയോടെ പഠിച്ചെടുത്ത് ഇത് 2-3 എക്സസൈസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ വളരെ നിഷ്പ്രയാസം എഴുതാനായിട്ട് സാധിക്കുമെന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വീട്ടിൽ സേഫായിട്ടിരിക്കുക, പബ്ലിക് സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കുക. അതുപോലെ തന്നെ പബ്ലിക് സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് മാസ്ക് ഉപയോഗിക്കുക, കയ്യിൽ ചെറിയൊരു കുപ്പിയിൽ സാനിറ്റൈസർ കരുതുന്നതും അത് യഥോചിതം ഉപയോഗിക്കുന്നതും കൈ കഴുകാനായിട്ട് ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വീട്ടിലാണെങ്കിൽ വീട്ടിൽ നിന്നേക്ക് കയറി വരുമ്പോഴാണെങ്കിൽ പുറമെ നിന്നും അപ്പോൾ 20 സെക്കൻഡിലധികം സമയമെടുത്ത് സോപ്പ് ഉപയോഗിച്ച് കൈകൾ വൃത്തിയായി കഴുകാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. സോഷ്യൽ ഡിസ്റ്റൻസിങ് എപ്പോഴും പാലിക്കുക. കറക്റ്റായിട്ട് കുറച്ച് ഒരു അകൽച്ച ആരോട് സംസാരിക്കുമ്പോഴും പാലിക്കുക. അപ്പോൾ നിങ്ങൾ കുറേയും കൂടിയൊക്കെ സേഫറായിട്ടിരിക്കുമെന്ന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് ഞാൻ എൻ്റെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും താങ്ക് യു.